എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട തയ്യാറാക്കിയാലോ? ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുകൂടാതെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ചിക്കൻ പക്കോട തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാനിവിടെ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ അത്രയും ചേർക്കണമെന്നില്ല. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കടലമാവും കൂടി ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരല്പം കൂടി കടലമാവും അരിപ്പൊടിയും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കടലമാവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിത് 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് നമുക്ക് എണ്ണയിലേക്ക് ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് പല ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത ഉടനെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണ്ട. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു ചിക്കൻ പക്കോട തയ്യാറാക്കാനായിട്ട് ഞാൻ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ആ ഒരു ചിക്കൻ കഴുകിയെടുത്ത ഉടനെയാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാ പൊടികളും ഒക്കെ ചേർത്തത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം അല്പം ചേർത്താൽ മതിയാകും. അതുപോലെ 1 മണിക്കൂറാണ് ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചത്. സമയമുണ്ടെങ്കിൽ ഇത് കൂടുതൽ സമയം നിങ്ങൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ രാത്രിയിൽ ഇതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം വേണമെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 3 ബാച്ചും ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ഒരല്പം പച്ചമുളക് കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 പച്ചമുളക് ഒന്ന് കീറിയത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പക്കോടയ്ക്ക് മുകളിലായിട്ട് ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്